മഞ്ചേശ്വരത്ത് സാമുദായിക ഏകീകരണം നടന്നുവെന്ന് കെ സുരേന്ദ്രൻ. മണ്ഡലത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് മതധ്രുവീകരണമുണ്ടായെന്നും LDF ഒറ്റയടിക്ക് 20,000 വോട്ടുകൾ UDFന് മറിച്ചുകൊടുത്തെന്നും സുരേന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. SIR-ൽ ഭീതി പരത്തി പൗരത്വം നഷ്ടപ്പെടുമെന്ന് പ്രചരിപ്പിച്ചതടക്കം തോൽവിക്ക് കാരണമായി. ഈ സാഹചര്യത്തിലും ജില്ലയിൽ വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നും BJPക്ക് ക്ഷീണമില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഭരണ പ്രതിപക്ഷ നേതാക്കൾ BJP നിയമസഭയിൽ പച്ച തൊടില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും വലിയ ആത്മവിശ്വാസത്തോടെ BJP നിയമസഭയിൽ ഇത്തവണ ഉണ്ടാവുമെന്ന് പറഞ്ഞ ഒരു BJP നേതാവുണ്ട്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മഞ്ചേശ്വരം കിട്ടിയില്ലെങ്കിലും BJP നിയമസഭയിൽ എത്തിയിരിക്കുന്നു. ആദ്യം മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങാം. മഞ്ചേശ്വരം എന്താ പിഴച്ചോ? ഒന്നും പിഴച്ചില്ല. മഞ്ചേശ്വരത്ത് LDFന്റെ 20,000 വോട്ട് പോയി. 40,000 ഉണ്ടായിരുന്നത് 42,000 ഉണ്ടായിരുന്നത് 20,000 പോയി. ഒറ്റയടിക്ക് 20,000 വോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ മറിച്ചത് 2,000-2,500 വോട്ടാണ്. ഈ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ പകുതിയും അവർ UDFന് മറിച്ചു. പിന്നെ SIR-ൽ ഒരു 10-15,000 വോട്ട് നഷ്ടമായിട്ടുണ്ട്. പിന്നെ സാമുദായിക ഏകീകരണം ഇതുപോലെ നടന്നൊരു മണ്ഡലം ഇല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് ശുപാർശ ചെയ്തു. പക്ഷെ സംസ്ഥാനം അത് മാറ്റി. പിന്നെ രണ്ടാമത് തീരുമാനിച്ചത് SDP സ്ഥാനാർത്ഥി നിർത്തി. അപ്പോൾ എല്ലാ മതസംഘടനകളും ഒരുമിച്ച്, ഏതെങ്കിലും ഒരു മതസംഘടനയല്ല, എല്ലാ മതസംഘടനകളും ഒരുമിച്ച് അദ്ദേഹത്തെ പിൻവലിപ്പിച്ചു. ഇതുപോലെ വലിയ ധ്രുവീകരണത്തിനുള്ള, സാമുദായിക ഏകീകരണത്തിനുള്ള നല്ല നിലയുള്ള നീക്കങ്ങൾ അവർ നടത്തി. പിന്നെ SIR-ൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച. മൂന്നാമത്തത് CPM-ന്റെ 50% വോട്ടുകൾ UDFന് അനുകൂലമായിട്ട് പോകുന്നു. ഇതെല്ലാം കാരണമാണ്, അല്ലാതെ BJPക്ക് ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. അതൊരു സാമുദായിക ഏകീകരണം കൊണ്ട് മാത്രമാണ് എന്നാണ് 30,000 വോട്ടുകൾ വരുന്നു എന്നുള്ളത്. സാമുദായിക ഏകീകരണവും 20,000 വോട്ട് എക്സ്ട്രാ ഇവർ കൊടുക്കില്ലേ. ഇവരുടെ 20,000 വോട്ട് എവിടെ പോയി? ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയുടെ വാർഡിൽ 19 വോട്ടാണ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം 200 വോട്ടുണ്ട്. ഇപ്പോൾ എവിടെ പോയി? സ്വന്തം വാർഡിൽ സ്ഥാനാർത്ഥി ഇത്രയും വലിയൊരു നേതാവിന് വോട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJPയുടെ സംസ്ഥാന തലത്തിലുള്ള പ്രകടനത്തെ എങ്ങനെയാണ്? നല്ല പ്രകടനമല്ലേ. കാരണം ഇത്രയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായി ഒരു UDF ട്രെൻഡുള്ളപ്പോഴും 3 സീറ്റ് കിട്ടി. സാധാരണ ഇങ്ങനെ ഒരു ട്രെൻഡ് വരുമ്പോൾ മൂന്നാമത് കക്ഷിക്ക് സീറ്റ് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല. പക്ഷെ അതിനിടയിലും BJP നല്ല മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭാവി എങ്ങനെയാണ് സംഘടനാ പ്രവർത്തനം, നേതൃത്വം? അല്ല, ഭാവി തീരുമാനിക്കുന്ന പാർട്ടിയാണ്. മഞ്ചേശ്വരത്തിൻ്റെ കാര്യമാണെങ്കിൽ അവരുടെ കൂടെ, മഞ്ചേശ്വരത്തുകാരുടെ കൂടെ ഏത് കാര്യത്തിനും എപ്പോഴും ഞാനുണ്ടാവും. തീർച്ചയായും അങ്ങനെ തന്നെ കരുതാം. മഞ്ചേശ്വരത്തിനൊപ്പം കെ സുരേന്ദ്രൻ മിനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. കാസർഗോഡ് നിന്നും രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.